وعلى آله وصحابه الفائزين برضا الله أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായും മുത്തുനബിയുടെ ഹദീസുകളിൽ ചർച്ച ചെയ്യപ്പെട്ട മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിലും അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ മുന്നോറുകൾ ഈ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഗുരുവര്യനായ മുസ്തഫ ഹസ്രത്ത് അവറുകൾ, ബഷീർ ഉസ്താദ്, അബ്ദുറഹ്മാൻ ഉസ്താദ് അടങ്ങുന്ന മഹത്തുക്കൾ, സ്വർഗത്തിലെ വെള്ളരിപ്രാവുകളെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മറ്റ് പണ്ഡിത ജാഫർ മന്നനി നിസാം ഉസ്താദ് അടങ്ങുന്ന പണ്ഡിത വര്യന്മാരെ, നിങ്ങളുടെ മുമ്പിൽ ബറക്കത്തിന് വേണ്ടി ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പ്രഭാഷകനായോ അല്ലെങ്കിൽ ഒരു സാധാരണ നാടന്മാരത്ത് എന്ന് പറഞ്ഞൊക്കെ ആൾക്കാരൊന്നും പറ്റിക്കാനൊന്നും പറ്റുന്ന കേസല്ലോ സാധാരണത്ത് നിന്ന് സംസാരിക്കുക എന്നുള്ളത്. എന്തായാലും അൽഹംദുലില്ലാ ഉസ്താദന്മാരുടെ ക്ഷണം സ്വീകരിച്ച് ഈ മജ്ലിസിൻ്റെ ബറക്കത്തിന് വേണ്ടി അല്പം സംസാരിച്ച് നമുക്ക് പിരിയാം. അല്ലാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വിഷയങ്ങൾ, വ്യത്യസ്തമായ വിഷയങ്ങൾ ഓരോ ദിവസങ്ങളിലായി കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ അറിവുകൾ നുകർന്നു തന്നിട്ടുണ്ട്. ഏത് വിഷയമാണ്, എന്താണ് പറഞ്ഞതെന്നും എനിക്കറിയില്ല. നമ്മളെല്ലാം പറയുന്നത് ആദ്യം അവസാനത്തേക്ക് വരും, ചില ആൾക്കാർ അവസാനം ആദ്യത്തോട്ട് പോകും, ചിലപ്പോൾ നടുക്കം താഴോട്ട് വരും. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹദീസുകളൊക്കെ ആയത്തുകൾ വെച്ച് നമ്മൾ സംസാരിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഞാൻ സംസാരിക്കുന്ന വിഷയവും ചിലപ്പോൾ ഏതെങ്കിലും ഉസ്താദന്മാർ പറഞ്ഞു കാണെങ്കിലും എൻ്റെ ശൈലിയിലും എൻ്റെ രൂപത്തിലും ഇൻഷാ അല്ലാഹ് കുറച്ച് അരമണിക്കൂർ നമുക്ക് സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു ആയത്ത് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. ഈ അത്ഭുതങ്ങളുടെ കലവറയായ പ്രപഞ്ചലോകത്തിലെ കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്തമവും ഉദാത്തമവും സവിശേഷവുമായ ഒരു വിഭാഗം സൃഷ്ടികളാണ് മനുഷ്യ വിഭാഗം. മനുഷ്യരുടെ ജീവികൾക്കില്ലാത്തതും നൽകാത്തതുമായ ഒട്ടനവധി കഴിവുകളും മഹിമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. മനുഷ്യേതര ജീവികൾക്കില്ലാത്തതും നൽകാത്തതുമായ ഒട്ടനവധി കഴിവുകളും മഹിമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയതൊരു പരമമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്, ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ജീവിക്കുക. എന്നാൽ ഇരിക്കുന്ന എല്ലാവരും കുറച്ച് ശ്രദ്ധിച്ചിരിക്കൂലേ? കുറച്ച് ഇരുന്നിൻ്റെ കൈകാല കഴപ്പൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എന്നാൽ ഇരിക്കുന്ന കുറച്ച് സമയം ശ്രദ്ധിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയും. നിങ്ങൾ ഉറങ്ങിയിരുന്ന എനിക്കെൻ്റെ ധൈര്യം ചോർന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ച കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്തമവും ഉദാത്തമവും സവിശേഷമായ ഒരു വിഭാഗം സൃഷ്ടികളാണ് മനുഷ്യ വിഭാഗം. മനുഷ്യേതര ജീവികൾക്കില്ലാത്തതും നൽകാത്തതുമായ ഒട്ടനവധി കഴിവുകളും മഹിമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. മനുഷ്യേതര ജീവികൾക്കില്ലാത്തതും നൽകാത്തതുമായ ഈ കഴിവുകൾ, ഒട്ടനവധി കഴിവുകളും മഹിമകളും എന്തിനു വേണ്ടിയാണ് മനുഷ്യ സമൂഹത്തിന് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്? ഒരു പരമമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്
ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്, ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കാറുള്ളത്. അല്ലാതെ മറ്റ് ജന്തുജാലങ്ങളെ പോലെയോ സൃഷ്ടിജാലങ്ങളെ പോലെയോ നശ്വരമായ, നൈമിഷികമായ, ക്ഷണികമായ, ഭൗതികമായ ദുനിയാവിൽ മനുഷ്യൻ കുത്തഴിഞ്ഞ് ജീവിക്കാൻ പാടില്ല. ഏകനായ, സിദ്ധാവായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സംരക്ഷകനായ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരായി പ്രപഞ്ചത്തിലേക്ക് പടയ്ക്കപ്പെട്ടവരാണ് മനുഷ്യരാകുന്ന നമ്മളെല്ലാവരും. വലിയൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ലോകത്ത് ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തെയും അല്ലാഹു പറയുന്നു ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ പിന്നിൽ ലക്ഷ്യം എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ലാതെ ഇവിടെ ഒത്തിരി വർഷം ജീവിക്കുക, നേരം വെളുത്ത് ഉറക്കമെഴുന്നേൽക്കുക, പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിയുക, ആഹാരം കഴിക്കുക, ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, കറങ്ങുക, കുടിക്കുക, തിന്നുക, ഉറങ്ങുക, ഈ പ്രകൃതിയുടെ അത്ഭുതങ്ങളൊക്കെ കാണുക, സഞ്ചരിക്കുക, കേൾക്കുക, ഇതല്ല. പിന്നെ അങ്ങ് മനുഷ്യനങ്ങ് മരിച്ചു പോകുക. ഇസ്ലാം ഇതര വിശ്വാസികൾ പറയുന്ന പോലെ കുറച്ചാളുകൾ ജീവിച്ചു പിന്നെ അങ്ങ് മരിച്ചു പോകുക. പിന്നെ നമ്മൾ കാക്കയായി, പൂച്ചയായി, പട്ടിയായി, മറ്റേതെങ്കിലുമൊക്കെ ഗ്രഹങ്ങളിൽ വേറെ വല്ല ജീവികളായി മാറലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പോലെയല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അള്ളാഹു ഈ ലോകത്ത് നമ്മെ പടച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളെയും അള്ളാഹു പടച്ചിരിക്കുന്നത് വെറുതെ അള്ളാഹു പടച്ചതല്ല, എല്ലാത്തിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, കളിയായി ഞാൻ ഒന്നിനെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. ഒരു സമയം പോക്കിന്, ഒരു ടൈം പാസിന് ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ ചുറ്റുഭാഗത്ത് കാണുന്ന വാഴയായിരുന്നാലും തെങ്ങായിരുന്നാലും കമുകായിരുന്നാലും ഏത് വൃക്ഷമാകട്ടെ, ഭൂമിയാകട്ടെ, ഈ ലോകത്തുള്ള ഏത് വസ്തുക്കൾ, ആകാശമാകട്ടെ, ഗ്രഹങ്ങളാകട്ടെ, ഒന്നിനെ അള്ളാഹു വെറുതെ പടച്ചിട്ടില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അങ്ങനെ അള്ളാഹു പറയും ഞാൻ നിങ്ങളെ കളിയാ സൃഷ്ടിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ സൃഷ്ടിക്കുമായിരുന്നു. പക്ഷെ ഞാൻ സൃഷ്ടിച്ചതെല്ലാം കളിയായിട്ടില്ല, അതിന്റെ പിന്നിൽ ചിന്തിക്കണം. അള്ളാഹു എന്തിനാ നമുക്ക് ഖുർആന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ? 6766 ആയത്തുകളെ പരതുമ്പോൾ എത്രയോ സ്ഥലങ്ങളിലാണ് അള്ളാഹു മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തണം. അള്ളാഹു പറഞ്ഞത് എന്താ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا أبشروا بالجنة التي كنتم توعدون. അല്ലാഹുവിന് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, മനുഷ്യന്റെ ആദ്യത്തെ ദൗത്യം അല്ലാഹുവിനെ അംഗീകരിക്കലാണ്, അല്ലാഹുവിനെ കാണലാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരീഭവിക്കാത്തവനാണ് അല്ലാഹു. ബുദ്ധി കൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു നമ്മൾ കണ്ടെത്തണം. ഈ പ്രപഞ്ചമൊട്ടൊക്കെ വായുണ്ട് നമുക്കറിയാം, പക്ഷേ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. എങ്കിലും വായുണ്ട് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ ശരീരത്തിന്റെ ഓരോ വിടവുകളിലും ആത്മാവുണ്ട് നമുക്കറിയാം, പക്ഷേ നമ്മൾ ആ ആത്മാവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ കറണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ ശബ്ദം പുറത്തേക്ക് വരുന്നത്, പക്ഷേ കറണ്ടിനെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ കാണാത്ത ഒരുപാട് വസ്തുക്കളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. നമുക്ക് കണ്ണുകൊണ്ട് കാണാത്തതിനെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കണം. ഇതുപോലെ അള്ളാഹുവിനെ ബുദ്ധി കൊണ്ട് നമ്മൾ കണ്ടെത്തണം. ഇതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എങ്ങനെ കണ്ടെത്തണം? ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മതി. ഖുർആൻ തന്നെ എടുക്ക്. ഖുർആന്റെ പല ഭാഗങ്ങളിലും നമ്മൾ നോക്കാൻ വേണ്ടി അള്ളാഹു പറയണം, ഈ പ്രപഞ്ചം ഒന്ന് പരിധി നോക്ക്. നമ്മൾ രാത്രിയോ പകലോ വീട്ടിന്റെ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് ആകാശത്തേക്കൊന്ന് നോക്ക്. പകൽ നോക്കിയാൽ വേറൊരു കാഴ്ച, രാത്രി നോക്കിയാൽ വേറൊരു കാഴ്ച. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അഫലം യൻദുറൂന ഇലസ് സമാഇ ഫൗകകും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ബുറൂജ്.
ഉണ്ടോ? എങ്ങനെയാണ് ഞാൻ ആകാശത്തെ പടച്ചിരിക്കുന്നത്? പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന വാനലോകം, അതിൽ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്, ഉൽക്കകളുണ്ട്, ഉൽക്കാപിണ്ഡങ്ങളുണ്ട്. എന്തെല്ലാം വസ്തുക്കളാണ്! നമ്മൾ രാത്രി വീടിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ കോളേജിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തിറങ്ങി മാനത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്നും കാണുന്നുണ്ട് നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ. പകൽ നോക്കുമ്പോൾ സൂര്യനെ കാണുന്നുണ്ട്. നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്, അല്ലാഹു എന്താണ് ഇതിന്റെ അത്ഭുതമെന്ന്? പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന ആകാശത്ത് അരിമണികൾ വാരി വിതറിയതുപോലെ മിന്നത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങൾ, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. ഇതൊക്കെ ഈ വസ്തുക്കളെല്ലാം നോക്ക് അതിൻ്റെതാകുന്ന റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വിശാലമായ റോഡിൽ ലോറി ബസ്സുമായി, ബസ് കാറുമായി, കാറ് ജീപ്പുമായി, ജീപ്പ് ബൈക്കുമായി കൂട്ടിയിടിക്കുന്നുവെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും ടെക്നോളജിയുടെ യുഗങ്ങളെ താണ്ടി കടന്നുപോയ മനുഷ്യ സമൂഹത്തിന് സാധിക്കുന്നില്ല എങ്കിൽ അല്ലാഹു തആല പറയുന്ന അഫലം യൻദുറൂന ഇലസ്സമായി ഫൗകകും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ദുറൂജ്. ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ? ഒന്നൊന്നിനോട് തട്ടാതെ മുട്ടാതെ കൂട്ടിയിടിക്കാതെ എല്ലാം അതിന്റെ പ്രവണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്, ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? ഇതിന്റെ കൃത്യമായ ഇതിന്റെ റൂട്ടിലൂടെ സഞ്ചരിപ്പിക്കുന്നത് ആരാണ്? അവിടെ നമുക്ക് അല്ലാഹുവിനെ കണ്ടെത്താം. അഫലം യൻദുറൂൻ, അല്ലാഹു പറയുന്നത് നിങ്ങൾ നോക്ക് ആകാശത്തിലേക്ക്, ഇലസ്സമായി ഫൗകകും, നിങ്ങളുടെ മുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലെന്ന് ഖുർആൻ ചോദിക്കും. അല്ലാഹു നമുക്ക് കണ്ടെത്താം. അതാണ് ഇത് പ്രകൃതിയുടെ വികൃതമല്ല. ഇതിന്റെ പിന്നൊരു സൃഷ്ടാവ് ഉണ്ടെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നടക്കുന്ന ഭൂമിയിലേക്ക് നമ്മൾ നോക്ക്. നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോകുന്നത് ഭൂമിയിലൂടെ, അവിടെ തിരിച്ചു നടന്നു വന്നു, ജോലി ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. നമ്മൾ വസിക്കുന്ന ഭൂമി, മനുഷ്യന്റെ വാസമുള്ള ഈ ഭൂമിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് നോക്ക്. വഹുവല്ലദീ മദ്ദൽ അർള വജഅല ഫീഹാ റവാസിയ വഅൻഹാറാ. മനോഹരമായ മലരണിക്കാടുകൾ, എത്ര നല്ല സുന്ദരമായ ഭൂമിയാണ്! കാണാൻ എത്ര നല്ല ഐശ്വര്യമാണ്! മനോഹരമായ മലരണിക്കാടുകളും മനോഹര കുസുമങ്ങളും ഉത്തുംഗ പർവ്വത നിരകളും പച്ചപ്പട്ട് വിരിച്ച പാടങ്ങളും മന്ദം മന്ദം മടിച്ചു വീശുന്ന പരിമളവാഹിയ ഇളം കാറ്റും വൻവൃക്ഷങ്ങളും വൻവൃക്ഷങ്ങളുടെ മരച്ചിലയിൽ നൃത്തം ചവിട്ടി കളകുരൻ മുഴക്കുന്ന പെങ്കിളുകളും. നമ്മളോട് ചെല്ലുമ്പോൾ കാണാം മലകൾ അടങ്ങാത്ത അലകടല്, വർക്കല, പാവനാശം, ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോ അലകളടങ്ങാത്ത അലകടലും അതിന്റെ അടിയിലൂടെ ഉളയിട്ട് പോകുന്ന മത്സ്യങ്ങളും, ഏറ്റവും വലിയ മത്സ്യമാകുന്ന തിമിംഗലം മുതൽ ഏറ്റവും ചെറിയ മത്സ്യമാകുന്ന പ്ലവകം വരെ ആരാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്? ആരാണ്? അത്ഭുതമല്ലേ? നമ്മൾ കടലിലാടാൻ ചെന്ന് നിൽക്കുമ്പോൾ ഇതൊരു അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ അറ്റം എവിടെയാണ്? സമുദ്രത്തിന്റെ വിശാലത എത്രയാണ്? എന്തൊരു അത്ഭുതമാണ്! പസഫിക് സമുദ്രത്തിലേക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമാകുന്ന 9000 മീറ്ററോളം ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി പറിച്ചെടുത്ത് 9 കിലോമീറ്ററോളം ദൂരമുള്ള എവറസ്റ്റ് കൊടുമുടി പറിച്ചെടുത്ത് പസഫിക് സമുദ്രത്തിൽ കൊണ്ടുവച്ചാലും വീണ്ടും 1 കിലോമീറ്റർ വെള്ളം മുകളിൽ കിടക്കുകയാണ്. എത്ര ദ്വീപ്! നമ്മൾ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, മാലിദ്വീപ്, എത്ര ദ്വീപുകളാണ് നമ്മൾ കാണുന്നത്. ഈ ദ്വീപുകളൊക്കെ വലിയ പർവ്വതത്തിന്റെ ശിഖരങ്ങളാണെന്ന് അറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുകയല്ലേ? നമ്മൾ ഇവിടെ കാണുന്നത് പോലെയല്ല ഈ ഭൂമിയിൽ കാണുന്ന ഏറ്റവും വലിയ മലകൾ, ഏറ്റവും വലിയ പർവ്വതങ്ങൾ, ഏറ്റവും വലിയ പാറക്കെട്ടുകൾ, ഗുഹകൾ, കുണ്ടുകൾ. ഇതിനേക്കാളും എത്രയോ വലിയ കുണ്ടുകളാണ്, കുഴികളാണ്, പാറക്കെട്ടുകളാണ്, മലകളാണ്, മാമലകളാണ്, എന്തെല്ലാം വൃക്ഷങ്ങളാണ് സമുദ്രത്തിന്റെ അടിയിൽ അല്ലാഹു പടച്ചിരിക്കുന്നത്. എത്ര ഗുഹകളാണ്! അത്ഭുതമല്ലേ? ഒരു ഫ്ലൈറ്റ് താന്നു പോയിട്ട് ഇന്നുവരെ എത്രയോ ഫ്ലൈറ്റുകൾ, കപ്പലുകൾ താന്നു പോയിട്ട് എടുക്കാൻ കഴിയുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. ഓരോ വർഷവും 300 കോടി ടൺ രാസവസ്തുക്കൾ, 300-400 കോടി ടൺ രാസവസ്തുക്കൾ സമുദ്രത്തിലേക്ക് ഒഴുകിയിട്ടും ഇന്നുവരെ സമുദ്രം നിറയുന്നില്ല. എന്തൊരു അത്ഭുതകരമാണ് ഈ സമുദ്രം! അല്ലാഹു ചോദിക്കും, ആരാണ് ഇതിനെയൊക്കെ പടച്ചത്? ഈ ഭൂമിയിലുള്ള സമുദ്രങ്ങള്. ഇതിൽ അല്ലാഹു നമ്മുടെ മനസ്സിന് കുളിർമയേകാൻ, സന്തോഷമേകാൻ സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കൾ. ആരാണ് ഇതിനെല്ലാം പടച്ച്? നമ്മൾ അവിടെ ചിന്തിക്കണം. അല്ലാഹു നമ്മൾ കണ്ടെത്താൻ. നിരീശ്വരവാദികൾ ഭൂമി കുലുക്കം ഉണ്ടായപ്പോ അല്ലെങ്കിൽ ഉരുളുപൊട്ടലുണ്ടായപ്പോൾ എവിടെ നിങ്ങൾ റബ്ബെന്ന് ചോദിച്ച നിരീശ്വരവാദികൾ, എവിടെ നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹ്, എവിടെ നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരൻ, നിങ്ങൾ എവിടെ ആരാധിക്കുന്ന യേശു ക്രിസ്തു എന്നൊക്കെ ചോദിച്ച് ഓരോ മതവിശ്വാസികളുടെ വിശ്വാസത്തിലേക്ക് ആഴത്തിൽ മുറിവുകളെ ലഭിച്ച
യുക്തിവാദികളുടെ ചോദ്യങ്ങൾക്ക് ബുദ്ധിയില്ലാത്തവരോട് എന്തു മറുപടി പറയാനാണ്? അവരൊരു യുക്തിപരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയലല്ല, അല്ല യുക്തിപരമായിട്ടല്ല ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്, വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ ആദ്യമേ ഓതുമ്പോൾ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീനാണ് അല്ലദീ യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയല്ലേ, നിങ്ങൾ ഗൈബിയായ അദൃശ്യമായ വസ്തുക്കളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. കണ്ണുകൊണ്ട് കാണലോ അല്ലെ നിന്റെ ഈ വളരെ തുച്ഛമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കലോ അല്ല, അതിനേക്കാൾ എത്രയോ അപ്പുറത്തുള്ള പ്രവാചക വചനങ്ങൾ, ഖുർആനിക വചനങ്ങൾ, അതിന്റെ അത്ഭുതങ്ങൾ ഖുർആൻ വരച്ച് കാണിച്ചു തന്നതുപോലെ, പ്രവാചകൻ കാണിച്ചതുപോലെ വിശ്വസിക്കൽ, അവരാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. എന്തൊരു അത്ഭുതകരമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ കടലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ കാണാം പറന്നു പോകുന്ന പക്ഷിക്കൂട്ടങ്ങൾ. നമ്മൾ കപ്പലിൽ സഞ്ചരിച്ചവർ കാണും പല സ്ഥലങ്ങളിലെ. ലക്ഷദ്വീപിൽ ഞാൻ പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോൾ കടലിൽ കപ്പലിലാ പോകുന്നത്. ഈ കപ്പലിലൂടെ പോകുമ്പോൾ എത്ര ഉള്ളിലാണ് പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നത്. ഇരിക്കാനൊരു സ്ഥലമില്ല, വൃക്ഷങ്ങളില്ല, ഇരിക്കാൻ മറ്റു ഒരു സ്ഥലവുമില്ല, മാർഗങ്ങളില്ല. പറന്നു പോകുന്ന പക്ഷിക്കൂട്ടങ്ങൾ അല്ല ചോദിക്കുകയാണ്, ഈ പക്ഷികൾ ആരാണ് ഇങ്ങനെ പടച്ചു പറപ്പിക്കുന്നത്? നമ്മൾ കടലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ അടുക്കടുക്കളായി പറന്നു പോകുന്ന പക്ഷികൾ എത്ര മൈലുകളാണ്. ഈ സൈബീരിയൻ കൊക്ക്, നമുക്ക് സൈബീരിയൻ 5700 കിലോമീറ്റർ നിൽക്കാതെ പറന്നു വരുന്ന നമ്മളെ കടലുണ്ടിയിൽ, എല്ലാ വർഷവും കടലുണ്ടിയിൽ വരും. അതിന്റെ തീറ്റ തേടി ദേശാടന പക്ഷികൾ അത് തീറ്റ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു സൈബീരിയയിലേക്ക് പോകും. ആരെന്നെ റൂട്ട് പഠിപ്പിച്ചു കൊടുത്തത്? നൈം ബോർഡ് ഇല്ലാതെ, ഗൂഗിൾ മാപ്പില്ലാതെ നമുക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത്, കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ പോകാൻ കഴിയോ? പക്ഷേ ഈ നൈം ബോർഡില്ല, ഗൂഗിൾ മാപ്പില്ലാതെ സൈബീരിയയിൽ നിന്ന് കടലുണ്ടിയിലേക്ക് ഈ കൊക്കുകൾ വരുന്നുവെങ്കിൽ, ദേശാടന പക്ഷികൾ വരുന്നുവെങ്കിൽ ആരാധന പറത്തിക്കൊണ്ടുവന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത്? വഴി തെറ്റുന്നില്ല, ലക്ഷ്യം മാറുന്നില്ല, മറക്കുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്, അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജവ്വിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജവ്വിസ് സമാ, അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പക്ഷിക്കൂട്ടങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? അത് മൈലുകളോളം പറക്കുമ്പോൾ അത് ചിറകടിച്ചും പറക്കുന്നുണ്ട്, ചിറകടിക്കാതെയും പറക്കുന്നുണ്ട്. പക്ഷെ അത് വീഴുന്നില്ല, താഴേക്ക് വീഴുന്നില്ല. ചിറകടിക്കാതിരിക്കുമ്പോഴും താഴേക്ക് വീഴുന്നില്ല. ഇത് ഉറങ്ങുന്നുണ്ട് പറക്കുമ്പോൾ. ആ ഉറങ്ങുമ്പോഴതിന്റെ പറക്കൽ നിൽക്കുന്നില്ല. താഴേക്ക് ഉറങ്ങിയതിന്റെ പേരിൽ ഉറക്കം തൂങ്ങി ഈ പക്ഷികൾ താഴേക്ക് വീഴുന്നില്ല. അല്ലാഹു ചോദിക്കുകയാണ്, ആരാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നവൻ? അന്തരീക്ഷത്തിൽ ആരാണ് മൈലുകളോളം ഈ പക്ഷികളെ പറന്നു പോയിട്ടും അത് താഴേക്ക് വീഴാതെ പിടിച്ചു നിർത്തുന്നവൻ ആരാണ് എന്ന് അല്ലാഹു ചോദിച്ചിട്ട് അല്ലാഹു തന്നെ പറയണം, മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ പിടിച്ചു നിർത്താൻ വേറെ ആരുമില്ല, ആർക്കും സാധ്യമല്ല ആ പക്ഷികളെ പിടിച്ചു നിർത്താൻ. നമ്മൾ അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്ക്. ഓരോ ജീവികളിലേക്ക് ആകാശം നോക്കിയാൽ, ഭൂമി നോക്കിയാൽ, അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷി നോക്കിയാൽ, ഇനി നമ്മുടെ ഭൂമി നിൽക്കുന്നതിന്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നാൽക്കാലി മൃഗത്തെ കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നില്ലേ? നാൽക്കാലി മൃഗത്തെ കുറിച്ച് നോക്കിയാൽ മതി. നാൽക്കാലി മൃഗങ്ങളിലേക്ക് നിങ്ങൾ നോക്ക്. നേരം വെളുത്ത് പാല് കലക്കാൻ പാത്രമായിട്ട് നമ്മൾ അകടിൽ ചെന്ന് ആ പശുവിന്റെ, ആടിന്റെ, എരുമയുടെയൊക്കെ ആ അകടിൽ ചെന്ന് പാല് കറന്ന് പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കും. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ചിലര് വെള്ളം ചേർത്ത് കൊടുക്കൂല, പാലിന് വെള്ളം ഒഴിക്കുകയില്ല, വെള്ളത്തിലെ പാലൊഴിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഈ പാലൊക്കെ പല രീതിയിൽ നമ്മൾ കൊടുക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഈ പാലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. ഖുർആൻ പറയും, ഇന്ന ഫിൽ അൻആമി ലഇബ്റാ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർദിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിയൻ ലിശാരിബീൻ. എത്ര നല്ല മനുഷ്യന്റെ ബുദ്ധിയെ അല്ലാഹു തട്ടുകൊടുത്തിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ പശുവിന്റെ പാല് ഇറക്കം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആടിന്റെ പാല് ഇറക്കം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എരുമയുടെ പാല് ഇറക്കം നിങ്ങൾ ആലോചിച്ചിട്ട് നാൽക്കാലി മൃഗത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പാൽ എവിടെ നിന്നാണ് ഇത്രയും ശുദ്ധമായ, കുടിക്കുന്നവർക്ക് സ്വാദുള്ള, രുചികരമായ, കലർപ്പില്ലാത്ത പാൽ എവിടെ നിന്നാ വരുന്നത്? ആ മൃഗത്തിന്റെ മൂത്രത്തിന്റെയും കാട്ടത്തിന്റെയും രക്തത്തിന്റെ ഇടയിലൂടെ
മൂത്രത്തിന്റെയും കാട്ടത്തിന്റെയും രക്തത്തിന്റെയും ചുവയില്ലാതെ ശുദ്ധമായ പാല് അല്ലാഹു തആല തരികയാണ്. അല്ലാഹു പറയുന്നത്, ആരാണ് ഈ പാല് തരുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ പാല് തരുന്നവൻ ആരാണ്? അല്ലാഹു അല്ലാതെ വേറെ ആർക്കാ കഴിയുന്നത്? ഈ പാല് കാണാൻ വേണ്ടി ആ പശുവിനെ ആടിനെ നമ്മൾ വെട്ടിമുറിച്ചാൽ ഇത് പാല് കാണാൻ വരുന്ന വഴി കാണാനോ പറ്റോ? പക്ഷേ അതിനെ അറുത്താൽ അതിന്റെ വയറ് കയറിയാലും മലമുണ്ട്, രക്തമുണ്ട്, മാംസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മൂത്രമുണ്ട്. ഇതിന്റെ ഒന്നും ഒരു കലർപ്പില്ലാതെ അല്ലാഹു ശുദ്ധമായ പാല് അകിടിലൂടെ നമുക്ക് തരുന്നുവെങ്കിൽ അല്ലാഹ് ചോദിക്കുകയാണ്, ആരാണ് ഈ പാല് നിങ്ങൾക്ക് തരുന്നത്? മനുഷ്യ, നിന്നെ കുറിച്ച് തന്നെ നോക്ക്. ഞാൻ കൂടെ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ശരീരത്തേക്ക് തന്നെ നോക്ക്. നമ്മൾ നേരെ വെളുത്ത് കണ്ണാടി നോക്കുന്നവരല്ല നമ്മളെല്ലാവരും. ഇവിടെ കണ്ണാടി ഉണ്ടോ? കൊളയിൽ കണ്ണാടി ഉണ്ടോ? അപ്പോഴേ കണ്ണാടി നോക്കുന്നവരാണ് നമ്മളെല്ലാവരും. കണ്ണാടി നോക്കും, സൗന്ദര്യം നോക്കും, മീശ ഒതുക്കും, ദാടി ഒതുക്കും, തലയെ കെട്ടും, നമ്മുടെ മുഖമൊക്കെ സൗന്ദര്യം ഉണ്ടോ നോക്കും, എന്തെങ്കിലുമൊക്കെ മോക്കൊരു വന്നിട്ടുണ്ടോ, അല്ലെ സ്ക്രാച്ച് വീണിട്ടുണ്ടോ, ഇതൊക്കെ നമ്മളിങ്ങനെ പരിശോധിക്കും. നേരെ വെളുത്ത് നമ്മളെ കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, മുടി നരച്ചിട്ടുണ്ടോ, ദാടി നരച്ചിട്ടുണ്ടോ, ഇങ്ങനെ പല നമ്മൾ ശരീരത്തിന്റെ സൗന്ദര്യം നേരം വെളുത്തും വൈകിട്ടും ഒക്കെ നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ കണ്ണാടി നോക്കും. എത്ര സൗന്ദര്യമായിട്ടാ ഖുർആൻ ചോദിക്കുക, നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ നിങ്ങൾ നോക്കുന്നില്ലെന്ന. എത്ര സുന്ദരമായ രൂപത്തിലാണ് അല്ലാഹു നമ്മെ പടച്ചിരിക്കുന്നത്. എത്ര മനോഹരമായ രൂപത്തിലാണ് അല്ലാഹു നമ്മെ പടച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നഖം വെട്ടാറില്ലേ? നഖം വെട്ടൂലേ? നഖം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക, ആഴ്ചയോടെ നഖം വെട്ടും. പക്ഷെ ഈ നഖം ഈ ദൈനംദിനം നഖം വളർത്തുന്ന അല്ലാഹു നമ്മുടെ പല്ലും കൂടെ ഇങ്ങനെ വളർത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നമ്മുടെ പല്ല് ഇതുപോലെ വളർത്തിയിരുന്നെങ്കിൽ നഖം വെട്ടി പല്ല് വെട്ടിയും നടക്കേണ്ടി വന്നത്. നമ്മൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു നമ്മുടെ നഖം വളർത്തുന്ന പല്ല് വളർത്തിയിരുന്നുവെങ്കിൽ, നമ്മുടെ മുടി വളരുന്നത് പോലെ നമ്മുടെ കൺപീലി വളർന്നിരുന്നുവെങ്കിൽ, ആ പവറിൽ, ആ സ്പീഡിൽ കൺപീലി ഇങ്ങനെ വളർന്ന് ജീവിതത്തിൽ ആരും കൺപീലി വെട്ടിയിട്ടുണ്ടോ? ഞാൻ വെട്ടിയിട്ടില്ല. നിങ്ങൾ വെട്ടിയിട്ടുണ്ടോ? നമ്മുടെ പീലികം വെട്ടാറുണ്ടോ? പെണ്ണുങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെക്കാറുണ്ട്. അത് ഒതുക്കലാണ്. അത് പീലികമൊക്കെ നമ്മൾ വളർന്ന് നിൽക്കുകയാണ്. അതിന്റെ സൗന്ദര്യത്തിൽ, അതിന്റെ ഭാവത്തിൽ, രൂപത്തിൽ അല്ലാഹു ഈ മുടി വളരുന്ന പോലെ നമ്മുടെ കൺപീലി വളർന്നിരുന്നുവെങ്കിൽ, പീലികം വളർന്നിരുന്നുവെങ്കിൽ, നമ്മുടെ കൈകാലുകളുടെ ശരീരത്തിലുള്ള രോമങ്ങൾ വളർന്നിരുന്നുവെങ്കിൽ നമ്മുടെ സൗന്ദര്യം എന്താകുമായിരുന്നു? അല്ലാഹു വേണ എന്റെ തലയുടെ മുടി വളർത്തുന്ന പോലെ നമ്മുടെ ഈ കൈകാലുകളൊക്കെ രോമങ്ങൾ വളർത്തിക്കൂടെ? കരടിയായി മാറും. നമ്മളെല്ലാവരും കരടി രൂപമായി മാറും. അപ്പോൾ അല്ലാഹു നമ്മുടെ ശരീരത്തിന്റെ രോമങ്ങൾ വളർത്തുന്നത് എന്തായിരുന്നു അവസ്ഥ? നമ്മുടെ മൂക്ക് വളരുന്ന പോലെ, ചെവി വളരുന്ന പോലെ, അതായത് നമ്മുടെ ഈ വയറൊക്കെ വളരുന്ന പോലെ, കൈകാലൊക്കെ തടിക്കുന്ന പോലെ നമ്മുടെ മൂക്കും ചെവിയും കണ്ണൊക്കെ വലുതായിരുന്നുവെങ്കിൽ നമ്മുടെ സൗന്ദര്യം എന്താകുമായിരുന്നു? നമ്മൾ ആലോചിച്ചു. നമ്മൾ അല്ലാഹു തന്ന ആ സൃഷ്ടിപ്പിൽ അത്ഭുതമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അല്ലാഹു ഒരു അവയവം തന്നിട്ട് ആ അവയവത്തെ അതിൻ്റെതാകുന്ന രൂപത്തിൽ അല്ലാഹു സ്റ്റോപ്പാക്കി വെച്ചു. അതേ രൂപത്തിൽ വെച്ചു. അതാണ് നിന്റെ ശരീരത്തിലേക്ക് നോക്കാന്ന് പറയാം. നിങ്ങളെ സൃഷ്ടിച്ചത് നല്ല സുന്ദരമായ, കാണാൻ ഭംഗിയുള്ള, മനോഹരമായ രൂപത്തിലാണ്. ഒരു മൃഗത്തിന്റെ കോലത്തിലല്ല, മറ്റേതൊരു ജീവിയുടെ കോലത്തിലല്ല അല്ലാഹു പടച്ചത്. കാണാൻ നല്ല സുന്ദരമായ, ആര് കൊതിക്കുന്ന രൂപമാണ് അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ കണ്ണ്, എന്റെ കണ്ണ്, നിങ്ങളെ കണ്ണ്, എല്ലാ കണ്ണും ഒരേണക്കാണോ? ഒരേണക്കാണോ? ഞാനൊരു കുറ്റവാളിയാണ്. എന്റെ കണ്ണ് സ്കാൻ ചെയ്ത് ഇവിടെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലെ കാണാൻ എന്റെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ കണ്ണുകാരൻ കുറ്റക്കാരൻ, അവനെ പിടിച്ചോണം പറഞ്ഞ് എയർപോർട്ടിൽ എന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ, എയർപോർട്ടിൽ കയറുമ്പോൾ നമ്മളെ കണ്ണ് സ്കാൻ ചെയ്യും. ആ കണ്ണാണെങ്കിൽ പിന്നെ അവൻ അപ്പോഴേ നോക്കുകയാണ്. ഇനി എന്റെ കണ്ണിന് പോലെ ഇതുപോലെ എന്റെ ഉമ്മ പ്രസവിച്ച 50 മക്കളും എന്റെ ചെറുമക്കളും, ഇനി കഴിഞ്ഞുപോയ കോടാനുകോടി ജനങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടാനുകോടി ജനങ്ങൾ, ഇനി വരാനിരിക്കുന്ന കോടാനുകോടി ജനങ്ങൾ, ആ ജനങ്ങൾ മുഴുവൻ അവിടെ കൊണ്ടുചെന്ന് സ്കാൻ ചെയ്താലും എന്റെ കണ്ണ് പോലെ ആവോ? അപ്പോഴാരെ കണ്ണ? നമ്മുടെ നോട്ടത്തിലെല്ലാം ഓരോ കണ്ണല്ലേ. കണ്ണ് മാറ്റി വെക്കുന്നത്, എന്റെ കണ്ണ് പോകുമ്പോൾ നിങ്ങളെ കണ്ണ് എനിക്ക് തരും. പക്ഷേ 2 കണ്ണും രണ്ടാ. എന്റെ ഈ കണ്ണ് സൃഷ്ടിച്ചത് ലോകത്തുള്ള ഒരാൾക്ക് സൃഷ്ടിച്ചിട്ടില്ല. ഈ കണ്ണിന്റെ പ്രിന്റ് കഴിഞ്ഞുപോയ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടികളുണ്ട്, ഇനി വരാനുള്ള കോടികളുണ്ട്. ഈ 1 കോടി മനുഷ്യൻ അല്ലാഹു കണ്ണ് കൊടുക്കൂല. കള്ളനെ പിടിക്കാൻ, ഫിംഗർ പ്രിന്റ് എടുക്കാൻ, പരിശോധനയ്ക്ക് വേണ്ടി അവിടെ വരും. അവിടെ നമ്മളെ വിരലടയാളം, എന്റെ വിരലാണ് അവിടെ പതിഞ്ഞതെങ്കിൽ വേറൊരാളെ അവിടെ പിടിക്കൂല. ഈ പതിഞ്ഞ വിരലിന് സമാനമായിട്ട് വേറൊരാളെ അല്ലാഹു
പടച്ചിട്ടില്ല. എന്റെ വിരലിന്റെ അച്ച് നമുക്ക് ആർക്കാണ് എല്ലാം എന്താ കൈയെല്ലാം ഒരേപോലെയാണ്, പക്ഷെ ഇതിന്റെ വരകൾ നോക്ക് എത്ര വര ഇടണം, ഏതൊക്കെ കോലത്തിലിടണം. ഒരു കമ്പനി ഒരു കോഡ് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ കോഡ് നമ്പർ തീരും അടുത്ത് തിരിച്ചു മറിച്ച് പല രീതിയിലിടണം. പക്ഷെ നമ്മൾ ഈ വിരൽ തുമ്പിന്റെ ഈ വരകൾ, ഇതിന്റെ ഫിംഗർ, ഈ പ്രിന്റ് ലോകത്ത് അല്ലാഹു ഒരു മനുഷ്യൻ അല്ലാഹു കൊടുത്തിട്ടില്ല. നമ്മുടെ മണം കൊടുത്തിട്ടുണ്ടോ? എന്റെ മണം നിങ്ങൾ തന്നിട്ടുണ്ടോ? ഞാൻ അത്ര മണം പറഞ്ഞത് ഊതൊക്കെ വേണ്ട ആ മണം കിട്ടും. നമ്മുടെ ശരീരത്തിന് മണമില്ലേ? ഈ മണം അല്ലാഹു ആർക്കും കൊടുത്തിട്ടുണ്ടോ? ആർക്കും കൊടുത്തിട്ടില്ല. അതാണ് നായ മണം പിടിക്കാൻ വരുന്നത്. മണം പിടിച്ചിട്ട് അവനെ പിടിക്കുക, വേറെ ആരെ പിടിക്കാൻ വരില്ല. ആ മണം കിട്ടാറിങ്ങനെ വെള്ളത്തിൽ ചാടിയിട്ട് പോകുന്നതും അല്ല ചാടി പോകുന്നതൊക്കെ പറന്നു പോകുന്നതൊക്കെ അവിടെ അവന്റെ ഈ മണം എന്റെ ശരീരത്തിൽ എന്റെ രോമഭൂമങ്ങളിലൂടെ പൊടിയുന്ന വിയർപ്പിന്റെ ഗന്ധമല്ലാഹു കഴിഞ്ഞുപോയ കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടാനുകോടി, ഇനി വരാനുള്ള കോടാനുകോടി ജനങ്ങളെടുത്താലും എന്റെ വിയർപ്പിന്റെ ഗന്ധം അല്ലാഹു ലോകത്തൊരു മനുഷ്യന് കൊടുത്തിട്ടില്ല. എന്റെ കണ്ണിന്റെ പ്രിന്റ് അല്ലാഹു ലോകത്തൊരു മനുഷ്യന് കൊടുത്തിട്ടില്ല. എന്റെ വിരളപ്പ് അല്ലാഹു ലോകത്ത് ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല. എന്റെ ശരീരം പോലെ അല്ലാഹു ലോകത്തൊരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. 7 പേര് ഒരുപോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുവെങ്കിലും ഞാനും എന്റെ സഹോദരൻ ഇരട്ടയാണ്, അതുപോലെ 2 പേരെ കണ്ടാൽ അറിയത്തില്ല, ഭാര്യയ്ക്ക് പോലും തെറ്റിപ്പോകാറുണ്ട് എന്നൊക്കെ പറയുന്നുവെങ്കിലും എന്റെ ശരീരത്തിരിക്കുന്ന ഒരവയവും എന്റെ ശരീരത്തിലില്ല. അത് നിങ്ങളുടെ അനുജന്റെ ശരീരത്തിലില്ല. കണ്ടോ, അള്ളാഹു പടച്ചിരിക്കുന്ന അത്ഭുതകരമായ, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന അത്ഭുതം എന്താ? അംഫുസിക്കുന്നതിന്റെ ശരീരത്തിലേക്കുന്നു. അങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാല ഉദാഹരണം മാത്രമേ എടുത്ത് പറഞ്ഞോളൂ. ബാക്കി നിങ്ങൾ ഓരോ ദിവസം എടുത്തിട്ട് ഓരോ ജീവനെ കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്ക്, ആ ജീവിയെ കുറിച്ചൊന്ന് പഠിച്ചു നോക്ക്. എന്തൊരു അത്ഭുതമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെ ഒരു വിശ്വാസി ആദ്യം ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നമ്മൾ അല്ലാഹ് എന്ന് വിശ്വസിക്കാൻ നമ്മൾ ഇതുപോലെ ബുദ്ധിയിലൂടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിശ്വാസം തകർക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല. ഒരു മനുഷ്യന് നമ്മുടെ വിശ്വാസം തകർക്കാൻ പറ്റൂല. ആർക്കും പറ്റോ? CA NRC കൊണ്ട് തകർക്കാൻ പറ്റോ? ബീഫ് കൊണ്ട് നിരോധിച്ച് തകർക്കാൻ പറ്റോ? വർഗീയ കലാപങ്ങൾ, ആസൂത്രിതമായ വർഗീയ കലാപം ഉണ്ടാക്കി നമ്മുടെ വീടുകളും കടകളും തച്ചുടച്ചാൽ നമ്മുടെ ഈമാൻ തകർക്കാൻ പറ്റോ? പള്ളി പൊളിച്ചാൽ നമ്മുടെ ഈമാൻ തകർക്കാൻ പറ്റോ? നമ്മൾ ഏത് രീതിയിൽ ഹബീബായ റസൂലുള്ളാഹി നിന്ദിച്ചുകൊണ്ട് പൂരമ്പ് നടത്തിയാലും പൂരപ്പറമ്പ് നടത്തിയാൽ പോലും നമുക്ക് ഈമാൻ തകർക്കാൻ പറ്റോ? അല്ലെങ്കിൽ നമുക്ക് ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ നമ്മുടെ ഈമാൻ തകർക്കാൻ പറ്റോ? കാരണം നമ്മുടെ വിശ്വാസം അല്ലാഹ് നമ്മുടെ വാരിയിലിനാൽ മൂടപ്പെട്ട ഹൃദയത്തിൽ അല്ലാഹ് ഉറച്ചുപോയി. അല്ലാഹ് അല്ലാതെ ലോകത്ത് വേറെ ആരുമില്ല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള അത്ഭുതമാണ് ഈ ലോകത്തിലുള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ സിദ്ധാവുന്നൊരു അത്ഭുതമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ആ സിദ്ധാവുന്ന അത്ഭുതം നമ്മൾക്കുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നെ നമ്മുടെ വിശ്വാസം ഊതിക്കെടുത്താൻ ആർക്കും സാധ്യമല്ല. ഫലസ്തീനിന്റെ മണ്ണിൽ പാവപ്പെട്ട മക്കളെ, ഫലസ്തീൻ മക്കളെ ക്രൂരമായി ഇസ്രായേൽ, അമേരിക്കയും സഖ്യ രാജ്യങ്ങൾ കൊടുക്കുന്ന അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുമ്പോഴും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും മെനയുമ്പോഴും എത്ര പേരാ പിടഞ്ഞു വീണ് മരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, എത്ര മക്കളാണ് അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നത്? മാതാവിന്റെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞ്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സഹോദരന്മാരെ നഷ്ടപ്പെട്ട സ്വന്തം രക്തങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തകർന്ന് നശിച്ചു പോയ ഒരു സമുദായമാണ് പലസ്തീൻ. വിവരിച്ചാൽ സങ്കടം വന്നു പോകും. കൈ നഷ്ടപ്പെട്ട്, കാല് നഷ്ടപ്പെട്ട്, ശരീരത്തിന്റെ ഓരോ അവയവം നഷ്ടപ്പെട്ട് ഉന്തുവണ്ടിയിലൂടെ ഇഴയുന്ന പലസ്തീനിന്റെ മക്കൾ. സുബ്ഹാനല്ലാഹ്, അവിടെ ഈമാൻ നശിപ്പിക്കാൻ മുസ്ലിമായതിന്റെ പേരിലാണ്, ഈമാൻ വന്നതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ഒരിക്കലും അവിടെ വിശ്വാസം തകർക്കാൻ പറ്റില്ല. ഓരോ ബോംബുകൾ ഏറുമ്പോഴും, ഓരോ വെടിയുണ്ടകളെ ഏറ്റെടുക്കുമ്പോഴും അവർ ഉറക്കെ വിളിക്കുന്നു, അല്ലാഹ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവിടെ ഹൃദയത്തിൽ അല്ലാഹ് ഉറച്ചുപോയി. നമ്മൾ അല്ലാഹുവിനെ കണ്ടെത്തിയാൽ ഒരു വാളിന്റെ മുമ്പിലും, ഒരു ബോംബിന്റെ മുമ്പിലും, ഒരു ഭീകരവാദിയുടെ മുമ്പിലും, ഒരു അക്രമിയുടെ മുന്നിലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകൂല. നമ്മുടെ ഈമാൻ എപ്പോഴും ആസിയാ ബീവിയെ പോലെ, ചരിത്രം പറയേണ്ട കാര്യമില്ല, ആശിത്താ ബീവിയെ പോലെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ,
അങ്ങനെ ഈ മഹാരഥന്മാരെ പോലെ ഈമാനുള്ളവരെ നമ്മൾ മാറും. മരിക്കേണ്ടി വന്നാലും സർവ്വതും ത്യജിക്കേണ്ടി വന്നാലും എല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, എനിക്ക് അല്ലാഹ് മതി എന്നൊരു ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അത് കഴിഞ്ഞിട്ട് മതി, ആ വിശ്വാസമായിട്ട് മതി. ഖുർആൻ പറഞ്ഞെന്താ? ഇന്നലദിന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കണമെന്നാണ്. ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കണമെന്നാണ്. ഇസ്തിഖാമത്ത് അതായത് നമ്മൾ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആഴ്ന്നിറങ്ങുന്ന ഈമാൻ, അതാണ് ഒരു ഭയഭക്തി, അല്ലാഹുവിനോടുള്ള പേടി. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. വടയിലും സമോസയിലും മാത്രം ആയിപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആഴ്ന്നിറങ്ങുന്ന ഒരു ഭയഭക്തി, ഈമാൻ. എന്ത് പറഞ്ഞാൽ അല്ലാഹ് കാണുന്നുണ്ട്, എന്ത് ചെയ്താലും അല്ലാഹു കാണുന്നുണ്ട്. ആ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹുവേ, ഞാൻ നടന്നാൽ, ഞാൻ എടുത്താൽ, ഞാൻ ഇരുന്നാൽ, ഞാൻ മൊബൈൽ എടുത്താൽ, ഞാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോയാൽ, ഞാൻ ഉറങ്ങാൻ കിടന്നാൽ എല്ലാം അല്ലാഹ് എവിടെ ഇരിക്കുന്നത്? ആകാശത്താണ്, ഭൂമിയിലാണ്? എവിടെ ഇരിക്കുന്നത്? തിന്നിറങ്ങിയിട്ട് പറഞ്ഞാൽ മതി, തൊണ്ടയിൽ നിന്ന് കുരുകണ്ട. ലാസ്റ്റ് അല്ലാഹ് അവസാനത്തെ വിളിയായിപ്പോ. അല്ലാഹ് എവിടെ ഇരിക്കുന്നത് പറയാം? ആകാശത്തോ? അല്ലാഹു എവിടെ? ഒരു സ്ഥലമുണ്ടോ? ഒരു സ്ഥലമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ദുആ ചെയ്യുമ്പോൾ കണ്ണ് മുകളിലോട്ട്, അപ്പോൾ ആകാശത്തേക്ക് അല്ലാഹുവേ. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആകാശത്ത് നോക്കി ദുആ ചെയ്യാം. ആകാശത്തിരിക്കണം. ആകാശത്തുണ്ടോ? അല്ലാഹ് എവിടെ ഇരിക്കുന്നത്? എവിടെ നിന്നില്ല, പ്രപഞ്ചം ഒട്ടൊക്കെ ഉണ്ട്. നിസ്കരിക്കാൻ നമ്മൾ ഇവിടെ മനസ്സിൽ, നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ മനസ്സിൽ ആരെ കൊണ്ടുവരാനുള്ളത്? അല്ലാഹുവിനെ. കഅബയെ പോലും കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. കിബില നമ്മൾ നോക്കുന്ന കിബില ലക്ഷ്യസ്ഥാനമാണ്. ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നോക്കി നിസ്കരിക്കണം. പക്ഷെ ആ കഅബയെ പോലും നിസ്കാരത്തിൽ കൊണ്ടുവരാൻ പാടില്ലെന്നാ. അങ്ങനെ നമ്മുടെ മക്കളെ ഹറമിലെ പോകുമ്പോ ഇതുപോലെ കിബിലയുടെ മുന്നിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. കഅബയുടെ മുന്നിൽ കഅബയെ നോക്കാൻ പാടില്ലെന്നാണ്. സുജൂദിന്റെ ഭാഗത്ത് നോക്കാനുള്ളത്. അവിടെ കഅബയെ നോക്കിക്കൊണ്ടെങ്കിൽ നിൽക്കാൻ പാടില്ല. അവിടെ കഅബക്കായപ്പോൾ നിസ്കാരം, അല്ലാഹുവിനല്ല. നമ്മുടെ മനസ്സ് ആരാണോ നിസ്കരിക്കുന്ന മനസ്സ് വന്ന് അവർക്കായി പോകുന്ന മഹാന്മാർ, സൂഫിയാക്കൾ പറയുന്നത്, അവിടെ നമ്മൾ അല്ലാഹു ഇരിക്കുന്ന പ്രപഞ്ചം ഒട്ടുകയുണ്ട്. അത് കഅബാലയത്തിനല്ല. അവിടെ എവിടെ? ആകാശത്ത്, 7 ആകാശത്തിൽ. അങ്ങനെ അല്ലാഹു എല്ലാ സ്ഥലത്തും ഉണ്ട്. ഭൂമി, നമ്മുടെ ഒരു ഗോളത്തിൽ ഭൂമിയിൽ താമസിക്കുന്നേ ഉള്ളൂ. അതിന് മുകൾ ഭാഗം ഇങ്ങനെ ശൂന്യം, അതിലാകാശം. ഇതുപോലെ പല ഗ്രഹങ്ങളുണ്ട്. അല്ലാഹു താൻ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്നവരാണ് അല്ലാഹു. ആ റബ്ബിനെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസത്തിന് ആർക്കും ഒതുക്കിടത്താൻ പറ്റൂല. നമ്മൾ അല്ലാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഖുർആൻ പറയുന്നത് അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നമ്മുടെ കരണനരമ്പിനേക്കാൾ ചേർന്നിരിക്കുകയാണ് അല്ലാഹു തആല. നമ്മുടെ നരമ്പ് ഇതിനേക്കാൾ എത്ര ചേർന്നിരിക്കണം? ഇതിനേക്കാൾ അല്ലാഹു ചേർന്നിരിക്കണം നമ്മോട്. അല്ലാഹു ഇതിനേക്കാൾ നമ്മോട് ചേർന്നിരിക്കുകയാണ്. ഒന്നെടുക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ ആ 2 മലക്കുകൾ സർവ്വതും രേഖപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്ന് മിണ്ടിയാൽ നന്മയാണോ തിന്മയാണോ രേഖപ്പെടുത്തും. നടന്നാൽ നന്മയുടെ വഴിയാണോ തിന്മയുടെ വഴിയാണോ രേഖപ്പെടുത്തും. അവൻ സംസാരിച്ചാൽ അത് നന്മയുടെ വാക്കാണോ തിന്മയുടെ വാക്കാണോ ഉടൻ രേഖപ്പെടുത്തും. എല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിണ്ടിയത്, എടുത്തത്, ചിന്തിച്ചത്. അപ്പോൾ നമ്മൾ പറയും, അല്ലാഹു കണ്ടില്ലല്ലോ. നമ്മൾ നടന്നു പോയി ഒരു സ്ത്രീയെ കണ്ടു. ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ സൗന്ദര്യങ്ങൾ നമ്മളിങ്ങനെ നോക്കി നിന്നുകൊണ്ട് രസിക്കുകയാണ്. അപ്പോഴല്ല, നമ്മൾ നാക്കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു പെണ്ണുമാർ നമ്മൾ സംസാരിക്കുന്നു. അപ്പോഴേ നമ്മുടെ മനസ്സിൽ ആ പെണ്ണെ കുറിച്ച് മോശമായ ഒരു ചിന്തയും നമ്മൾ വന്നുപോയി. അവിടെ ശരീരം, അവിടെ കണ്ണം കൊണ്ട് മാറിയപ്പോൾ അവിടെ ശരീരത്തിലേക്ക് നോക്കി സൗന്ദര്യം വീക്ഷിച്ചു. നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ അവരുടെ, നമ്മൾ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിന്റെ ഹൃദയം അല്ലാഹു കാണുന്നുണ്ട്. എന്റെയും നിങ്ങളുടെ ഹൃദയം അല്ലാഹു കാണുന്നുണ്ട്. എന്താണ് അവന്റെ മനസ്സിൽ വന്നത്? അതിലെ ഖുർആൻ പറഞ്ഞു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നീ കേട്ടതും നീ കണ്ടതും നീ ചിന്തിച്ചതുമെല്ലാം അല്ലാഹു തആല ചോദിക്കും. അല്ലാഹു തആല ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഇസ്തിഖാമത്തോട് ജീവിക്കാൻ പറഞ്ഞതാണ്.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു തആല നമ്മെ കാണുന്നുണ്ട്, നമ്മെ വീക്ഷിക്കുന്നുണ്ട്. നമ്മെ അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ രേഖപ്പെടുത്തിയ 7 നാൾ അല്ലാഹു തആല നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് പറയും, ഇഖ്റാ കിതാബക യാ അബ്ദി അലാ മുഹ്ലിൻ ഫഹൽ തറാ ഫീഹി ഹർഫൻ ഗൈറ മാ കാന. നീ ചെയ്യാത്ത എന്തെങ്കിലും അതിനകത്തുണ്ടോ എന്ന് നോക്കണം. അല്ലാഹു പറയും, മാശരത്തിലും അല്ലാഹു പറയും, നീ ചെയ്യാത്ത എന്തെങ്കിലും അതിനകത്തുണ്ടോ നോക്ക്. നോക്കുമ്പോൾ ഒന്നുമില്ല, അവൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. നടന്നു പോയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചെടി തുള്ളിയതും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പുറത്ത് കളിച്ച് പോയ പേരയ്ക്ക താന്നു, പേരയ്ക്ക പറിച്ച് വായിലിട്ടതും അതുതാ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഇറുക്കിൽ ഒടിച്ചതായിരുന്നു അപ്പുറത്ത് അനുവാദമില്ലാതെ, ആ ഇറുക്കിൽ ഒടിച്ച് പല്ല് കുത്തിയതും അതും ഇതാ എഴുതി വെച്ചിരിക്കുന്നു. അപ്പുറത്ത് തേങ്ങ എടുത്ത് പൂച്ച് നിന്നതും അതും ഇതാ രേഖപ്പെടുത്തിയിരിക്കുന്നു. പടച്ചോൻ ഇതെല്ലാം കൂടെ കാണുമ്പോ മാലിഹാദൽ കിതാബ്, എന്തൊരു കിതാബ്, ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലാഹുവേ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലാഹുവേ, ഇതെന്തോരു കിതാബാണ്. അപ്പൊ ഇതെല്ലാം അള്ളാഹു സഹോദരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭയം, ഒരു പേടി, അള്ളാഹുവിനെ കുറിച്ചൊരു ഒരു ഭയഭക്തിയും പേടിയും ഒക്കെ ഹൃദയത്തിലുണ്ടായി ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്തിലൂടെ അള്ളാഹു പറഞ്ഞതുപോലെ ആങ്കുളിക്ക് നിസ്കരിക്കുക, അതുപോലെ നോമ്പുടിക്കുക, ഇബാദത്തിൽ അധിഷ്ഠിതമായി അവന്റെ ജീവിതം മുന്നോട്ട് പോകുക. അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക. അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ചിട്ട് മതി പറഞ്ഞത്, പിന്നെ ഇസ്തിഖാമത്ത് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കൊതിക്കുന്ന ആ രുചി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മൾ കൊതിക്കുന്ന രുചി, നമ്മുടെ മാവ് നട്ടു, അത് വിളഞ്ഞു, അത് പഴുത്തു, പക്ഷേ അത് തിന്നുമ്പോഴാണ് അതിന്റെ രുചി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു വീണു, വളർന്നു, തഖ്വയോടുകൂടി ജീവിച്ചു. നമുക്ക് ഇനി നമ്മൾ അതിന്റെ ആ ജീവിച്ചതിന്റെ രുചി അറിയുന്നപ്പോഴാണ്, മരിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ കിടക്കട്ടെ, കട്ടിലിൽ കിടക്കട്ടെ, എവിടെ നമ്മൾ നമ്മൾ രോഗിയായി കിടക്കുകയാണ്, എവിടെ കിടന്നാലും എവിടെ മരിക്കാൻ കിടന്നാലും ആ സമയത്ത് വരും, തതനസ്സലു അലൈഹിമുൽ മലായിക, വാനലോകത്തുനിന്ന് രാജാതിരാജന്റെ തമ്പുരാന്റെ കൽപ്പന പ്രകാരം മാലാഖമാരിറങ്ങി വരും. വാനലോകത്തുനിന്ന് സപ്താകാശങ്ങൾ കീറിമുറിച്ചുകൊണ്ട് റഹ്മത്തിന്റെ മാലാഖമാര് മനോഹരമായ പച്ചപ്പട്ടുമായിട്ട്, നല്ല സുന്ദരമായ കസ്തൂരിയേക്കാൾ മണം പരത്തുന്ന മണവസ്തുമായിട്ട്, ഇതാ ഞങ്ങളെ പൊതിയാൻ ആത്മാവ് പൊതിഞ്ഞു കൊണ്ടുപോകാനുള്ള മനോഹരമായ സ്വർഗീയ വസ്ത്രങ്ങളുമായിട്ട്, മുത്തുകളും പവിഴങ്ങളും കൊണ്ട് പതിപ്പിക്കപ്പെട്ട അത്യപൂർവമായ മുത്തുരത്നങ്ങൾ കൊണ്ട് പതിപ്പിക്കപ്പെട്ട മനോഹരമായ വസ്ത്രങ്ങളുമായിട്ട് മാലാഖമാരിറങ്ങി വന്നിട്ട് നമ്മളെ റൂഹദാ പിടിക്കുന്നു. കാൽപാദം മുതൽ റൂഹ പിടിച്ച് തൊണ്ടക്കുഴിലേക്ക് അവസാന കണ്ണിലൂടെ പുറത്തു പോകുമ്പോ നീ കാണുന്ന കാഴ്ച എന്താണ്? നിന്നെ സന്തോഷിപ്പിക്കുന്ന സന്തോഷം എന്താണ്? തതനസ്സലു അലൈഹിമുൽ മലായിക, മാലാഖമാര് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിന്നെ സമാധാനിപ്പിക്കുകയാണ്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നീ ഇന്നലെ വരെ ഭാര്യയെ കൊണ്ട് ദുഃഖം അനുഭവിച്ചവരാണ്, ഇന്നലെ വരെ ഭർത്താവിനെ കൊണ്ട് ദുഃഖം അനുഭവിച്ചവളാണ്, ഇന്നലെ വരെ നിന്റെ ഭാര്യയെ കൊണ്ട് ദുഃഖം അനുഭവിച്ചവനാണ്, ഇന്നലെ വരെ മക്കളെ കൊണ്ട് നീ ഒറ്റപ്പെട്ടുകൊണ്ട് ജീവിച്ചവനാണ്. ഇനി നിനക്ക് ദുഃഖങ്ങളില്ല, വേദനകളില്ല, പ്രയാസങ്ങളില്ല. ഇദാ അബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. നല്ല നില ജീവിച്ചാൽ നിനക്ക് തരാമെന്ന് പറയുന്ന സ്വർഗമിതാ. ആ സ്വർഗത്തിന്റെ ഫോട്ടോ എന്ന് ഹദീസ് വായിച്ചല്ലോ. മരിക്കുന്ന സമയത്ത് അവന്റെ കബറിൽ സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. കബറിനെ കുറിച്ച് വായിച്ചു. അവൻ ഏതാണോ അവന് പോകാനുള്ളത് ആ ഹദീസ് നമ്മൾ വായിച്ചു, സ്വർഗം കാണിച്ചു, നരകം കാണിച്ചു കൊടുക്കും. ഇതുപോലെ മരിക്കാൻ സമയത്ത് അവൻ സ്വർഗത്തിന്റെ അകലുകാരനാണെങ്കിൽ ആ സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. നീ വിഷമിക്കണ്ട, നീ ഇന്നലെ വരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഒറ്റപ്പെട്ടു ഒക്കെ ജീവിച്ചെങ്കിൽ ഇനി നിനക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ല. ഇതാ സ്വർഗം ഇതാ നിനക്ക് തരാൻ പോവുകയാണ്. ഈ സ്വർഗത്തിലേക്ക് നീ സന്തോഷത്തോടുകൂടി കടന്നുപോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോവുകയാണ്. അവന്റെ കൽപ്പന പ്രകാരം മാലാഖമാര് നമ്മളെ റൂഹ് പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇതിന് നമ്മൾ ചെയ്യാനുള്ളത്, ഈ നല്ല മരണത്തിന് അല്ലാഹു 2 ഷർത്ത് വെച്ചു. ഒന്ന്, അല്ലാഹുവിനെ കൊണ്ട് അചഞ്ചലമായ വിശ്വാസം. 2, ആ വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ പടച്ച റബ്ബിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ച് പിൻപറ്റിക്കൊണ്ട് അവനെ വണങ്ങി സാഷ്ടാംഗം ചെയ്ത് അടിമത്വം പ്രഖ്യാപിച്ച് യഥാർത്ഥ അടിമയായി ജീവിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും നമുക്ക് നല്ല മരണം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു കട്ടപ്പാടാണ് നമ്മളെല്ലാവരും, ആ ഒരു കട്ടപ്പാട് നമുക്കെല്ലാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് അറസ്റ്റ് വരുന്നതും പഠിക്കാൻ വരുന്നതും ഒക്കെ നല്ലൊരു ആരുമായി തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മാർഗങ്ങൾ ഒരുപാടുണ്ട്, സമ്പത്തുണ്ടാക്കാനുള്ള വഴികൾ. ഇന്നത്തെ കാലത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ വളരെ കുറവാണ്. നമുക്ക് സമ്പത്തുണ്ടാക്കാനുള്ള വക്രതയിലും ഓട്ടത്തിലുമാണ് ജനങ്ങൾ. സമ്പത്തുണ്ടാക്കാൻ പല വഴികളുണ്ടായിരിക്കും. ആ വഴികളൊന്നും തിരഞ്ഞെടുക്കാതെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഊണില്ല, ഉറക്കമില്ല, ഉണ്ടെങ്കിൽ തന്നെ നല്ല ആഹാരമില്ല, ഉറക്കമുണ്ടെങ്കിൽ തന്നെ സമാധാനമില്ല. നേരം വെളുത്ത് 4 മണിക്ക് എഴുന്നേൽക്കണം, 5 മണിക്ക് എഴുന്നേൽക്കണം. അങ്ങനെ വാപ്പയെ കാണാൻ പറ്റുന്നില്ല, ഉമ്മയെ കാണാൻ പറ്റുന്നില്ല, സഹോദരങ്ങളെ കാണാൻ പറ്റുന്നില്ല, വേണ്ടപ്പെട്ടവരെ പലരെയും കാണാൻ പറ്റുന്നില്ല. പല ഇഷ്ടങ്ങളും പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വർഷങ്ങളോളം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇൽമ് തേടി വരുന്നുവെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിച്ച് നല്ല ഈമാനോടുകൂടി മരിക്കാനുള്ള ആഗ്രഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അള്ളാഹു അതിൽ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇൽമിന്റെ ദായികളായി മരിക്കുന്ന സമയം വരെ നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൽമിന്റെ ദായികളായി പഠിക്കുന്ന സമയത്ത് പഠിച്ചു തീരുന്നവരെ നമ്മൾ ഇത് വിട്ടുപോകുന്ന, നമ്മൾ ബിരുദമെടുത്ത് പോകുന്നവരെയും ഇത് വിട്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാൻ പഠിച്ചു തീരുന്നവരെയും പാസ്പോർട്ട് എടുത്തിട്ടില്ല. എന്താ എടുക്കാത്ത? പാസ്പോർട്ട് എടുക്കാത്ത ആരെങ്കിലും ഗൾഫിൽ കൊണ്ടുപോകുന്നു മേടിച്ചിട്ടാ. ഞാൻ തട്ടത്തുവല ജാമ്യതാൽ പഠിച്ചാലാണ്. 2002 അവിടെ നിന്ന് ഇറങ്ങുന്നത്, 2004 ബാക്കിയാത്തിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ ഇത് 2005 ഇറങ്ങുന്നു. അപ്പൊ ഞാൻ ഈ പാസ്പോർട്ട് എടുക്കാതെ തന്നെ എൻ്റെ അയ്യന്മാരെയൊക്കെ അളിയൻ ഗൾഫിൽ ഇങ്ങനെ കൊണ്ടുപോകും ഓരോരുത്തരും. അപ്പൊ ഞാൻ പാസ്പോർട്ടിലെ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ പാസ്പോർട്ട് എടുത്തിട്ടില്ല. പഠിച്ചതിന് ശേഷമാണ് വല്ല ഉംറയ്ക്ക് ഹജ്ജിന് പോകാൻ സൗഭാഗ്യം കിട്ടിയാൽ നമുക്ക് പോകാമല്ലോ പറഞ്ഞാൽ എടുത്തത്. അൽഹംദുലില്ലാ 3 പ്രാവശ്യം ഉംറയ്ക്ക് പോകാൻ പറ്റി. നമുക്കല്ല ഒരുപാട് വഴികൾ തരും. നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹലിൽ, ഇപ്പൊ ഞാൻ മഹലിൽ 5 മുസ്ലിം അഞ്ചൽ സെൻട്രൽ ഹൗസിലാണ് സെക്രട്ടറി, പ്രസിഡന്റ്. ഒന്നും ഉംറയ്ക്കും പോയിട്ടില്ല, ഹജ്ജിനും പോയിട്ടില്ല. വലിയ സമ്പന്നന്മാരാണ്, ഒരുപാട് സമ്പന്നന്മാരുണ്ട്. ഇന്ന് വരെ പലർക്കും പോകാൻ പറ്റാത്തത് നമുക്ക്. ഞാനൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ കരുതിയത് ഏതെങ്കിലും കല്യാണം കഴിച്ച പള്ളിയിൽ വാടക വീട്ടിൽ പോയി കിടക്കാം, അവിടെ പെണ്ണുമ്പിള്ള മക്കളെ കൊണ്ട് ആ പള്ളിയിൽ ജോലി ചെയ്ത് അവിടെ ഒരു വീട് വാടക എടുത്ത് കിടക്കാന്നൊക്കെ കരുതിയാണ് നമ്മളെ പഠിക്കുന്ന സമയത്ത്. കാരണം വീടും സമ്പത്ത് 2000 ഞാൻ ശമ്പളം മേടിക്കുന്നത് 2250 രൂപയാണ്. 2250 രൂപയാണ് ഞാൻ അന്ന് ശമ്പളം മേടിക്കുന്നത്. അവിടെ അന്ന് ഈ ശമ്പളം മേടിച്ചാൽ ഏത് വീട് വയ്ക്കാനാണ്? ഒരു ഓലെങ്കിലും 10 മോഡൽ ഓലെങ്കിലും മേടിക്കണ്ടേ? അപ്പോഴങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കുടുംബ വീട്, 4 മക്കള്, ഞാൻ മൂത്തത്, ഇളയത് 4 പേര്. അവർക്ക് വീടെടുക്കും. അപ്പൊ ഞാനൊരു വീട് എങ്ങനെ വെക്കും? എങ്ങനെ വീട്ടിൽ വാടക കിടക്കും? എങ്ങനെയൊക്കെ അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗഭാഗ്യം. അള്ളാഹുവിന്റെ ദീനിൽ അടിവെച്ച് നിന്നാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗഭാഗ്യം, മനോഹരമായ സൗഭാഗ്യം അള്ളാഹു നമുക്ക് വാരും. ഞാൻ ഒരു പള്ളിയിലും വീട് കൊടുത്തിട്ടില്ല വീട് വയ്ക്കാൻ വേണ്ടി. ഒരു കട്ടള, ഒരു ഓട്, ഒരു സിമന്റ് എനിക്ക് ആരും തന്നിട്ടില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല. പക്ഷെ മനോഹരമായ 10-30 ലക്ഷം രൂപ എല്ലാം കൂടെ ഒരു വീടും അതുപോലെ എല്ലാത്തിനും സൗകര്യം അള്ളാഹു നമുക്ക് ഇരിക്കുന്നു. പല മേഖലയിൽ കച്ചവടം നേട്ടമില്ല, പ്രസംഗിക്കാനും പോയി കിട്ടിയ പൈസകളും അതുപോലെ തന്നെ പലരും കടം മറിച്ച് മറിച്ച് ഇവിടെ മേടിച്ച് അവിടെ കൊടുക്കും, അവിടെ മേടിച്ച് ഇവിടെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം അള്ളാഹു നമുക്ക് ഒരുപാട് സൗഭാഗ്യം. ഇതുപോലെ നമ്മൾ ഉസ്താദന്മാരൊക്കെ ആലോചിച്ച് നോക്കും. നമ്മളെ പഠിപ്പിച്ച ഉസ്താദന്മാർ, ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ പ്രചോദനത്തിന് വേണ്ടിയാണ്. അവിടെ നമുക്ക് അൽഹംദുലില്ലാ എല്ലാവരും ഇരിക്കുന്ന ഉസ്താദന്മാർക്ക് എല്ലാം വീടുകളുണ്ട്. നമുക്ക് അള്ളാഹു വീട് തരും, നമുക്ക് അള്ളാഹു വാഹന കാറ് തരും, എല്ലാം അള്ളാഹു തരും. അത് നമ്മൾ ഈമാനായി നമ്മൾ ഈ മേഖലയിൽ വിലയുണ്ടെന്ന് മനസ്സിലാക്കി, മഹത്വം മനസ്സിലാക്കി അടിയുറച്ച് നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹു എല്ലാം വാരിക്കോരി തരും. അള്ളാഹു അതെല്ലാം നമുക്ക് ദുനിയാവും ആഖിറവും അള്ളാഹു നമുക്ക് ധാരാളം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഈ വിനീതന് ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.